ആനയെ രാജുന്ന ആനരാജിപ്പക്ഷി കഥയിൽ ചോദ്യമില്ല കേട്ടോ. പണ്ടു പണ്ടാരപ്പണ്ട് ഒരു കാടിനു നടുവിൽ ഒരു രാജ്യമുണ്ടായിരുന്നു. ആ രാജ്യത്തിനു ചുറ്റും വലിയ മരങ്ങളുള്ള വലിയ കാടുകളുണ്ടായിരുന്നു. ആ രാജ്യത്തെ രാജാവ് നല്ലൊരു മനസ്സുള്ള രാജാവായിരുന്നു. ആ രാജ്യത്തെ രാജാവ് താമസിച്ചിരുന്നത് നല്ല ഭംഗിയുള്ള കൊട്ടാരത്തിലായിരുന്നു. ആ രാജാവിന് നല്ല ഭംഗിയും സൗന്ദര്യവുമുള്ള ഒരു കുട്ടി പിറന്നു. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ആ കുട്ടി ഉച്ചയ്ക്ക് തൊട്ടിൽ ഉറക്കത്തിലായിരുന്നു. അപ്പോഴതാ ആനയെ രാജുന്ന ആനരാജിപ്പക്ഷി പറഞ്ഞു നടക്കുന്നത് കാവൽപ്പട കാണുന്നത്. പെട്ടെന്നൊരു ശബ്ദം കേട്ടു. അവർ ചുറ്റും നോക്കി. അപ്പോഴതാ ആനയെ രാജുന്ന ആ പക്ഷി കൊട്ടാരത്തിൽ നിന്നും തൊട്ടിലും കൊണ്ട് പറക്കുന്നത് കാണുന്നു. അങ്ങനെ റാണി വന്നു നോക്കുമ്പോൾ കുഞ്ഞിനെ കാണാനില്ല. രാജാവ് അറിഞ്ഞ ഉടനെ നാട്ടിലുള്ള എല്ലാവരെയും വിളിച്ചുകൂട്ടി അറിയിച്ചു. കുഞ്ഞിനെ കണ്ടുകിട്ടുന്നവർക്ക് പാരിതോഷികവും പ്രഖ്യാപിച്ചു. രാജാവ് ശത്രുക്കളെ വരെ അന്വേഷിച്ചു നടന്നു. ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പാരിതോഷികമറിഞ്ഞ് പല ആൾക്കാരും അന്വേഷിച്ചു നോക്കി. കുഞ്ഞിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ ആ നാട്ടിലെ ഒരു പണ്ഡിതന്റെ അടുത്ത് ചെന്നു കാര്യങ്ങൾ പറഞ്ഞു. ആ പണ്ഡിതൻ പറഞ്ഞു, സിംഹാസനം കേടുവന്നിട്ടോ ആണല്ലോ ഉള്ളത്, നല്ലൊരു രാജസിംഹാസനം ഉണ്ടാകുവാൻ. അത് കേട്ട രാജാവിന് ഇഷ്ടമായില്ല. കുഞ്ഞിനെ കാണാത്തതിന് വന്നപ്പോൾ രാജസിംഹാസനമാണോ ഉണ്ടാകേണ്ടത് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മടങ്ങി. പിറ്റേ ദിവസം വന്നു. ആ പണ്ഡിതൻ അങ്ങനെ തന്നെ പറഞ്ഞു. പിറ്റേ ദിവസം വന്നു, വീണ്ടും അങ്ങനെ തന്നെ പറഞ്ഞു. രാജാവ് പട്ടാളത്തെയും ആൾക്കാരെയും മരപ്പണിക്കാരെയും വിളിച്ചുകൂടി ആ വനത്തിൽ പോയി ഒരു മരം മുറിച്ചു കൊണ്ടുവന്നു. അതാ പണ്ഡിതനെ കാണിച്ചു. പണ്ഡിതൻ പറഞ്ഞു, ഇത് പോരാ, ഇതിലും നല്ല വലിപ്പമുള്ള മരം തന്നെ വേണമെന്ന്. അങ്ങനെ നല്ല വലിപ്പമുള്ള മരം അന്വേഷിച്ചു നടന്നു. ഒടുവിൽ കണ്ടുപിടിച്ചു. അത് മുറിക്കാൻ തുടങ്ങുമ്പോൾ ഒരു ശബ്ദം കേട്ടു. അവർ അന്വേഷിച്ചു നടന്നു. അപ്പോഴതാ ഒരു കുഞ്ഞു കരയുന്ന ശബ്ദം വീണ്ടും കേട്ട് ചുറ്റിലും നോക്കി. അങ്ങനെ അന്വേഷിച്ചു നടക്കുവാൻ തുടങ്ങി. ഈ സമയങ്ങളിൽ ആകാശത്ത് ആനയെ രാജുന്ന ആനരാജിപ്പക്ഷി വട്ടമിട്ട് പറക്കുന്നതുണ്ടായിരുന്നു. അന്വേഷിച്ച് ക്ഷീണിച്ച് നടന്ന് തളർന്ന എല്ലാവരും ഒരു സ്ഥലത്തിരുന്നു. അപ്പോഴതാ പാറി വന്ന് ആ മരത്തിൽ ആനയെ രാജുന്ന ആനരാജിപ്പക്ഷി വന്നിരിക്കുന്നു. മുകളിലേക്ക് മെല്ലെ ഒരാൾ നോക്കുമ്പോൾ കാണുന്നത് ആനയെ രാജുന്ന ആനരാജിപ്പക്ഷിയുടെ കൂട്. ശബ്ദമുണ്ടാകാതെ അവിടെ തന്നെ എല്ലാവരും ഇരുന്നു. ആനയെ രാജുന്ന ആനരാജിപ്പക്ഷി പറഞ്ഞുപോയെന്ന് ഉറപ്പാക്കിയ മരപ്പണിക്കാർ മരത്തിന്റെ മുകളിൽ കയറി കുഞ്ഞിനെ എടുത്ത് താഴേക്കിറങ്ങി. കുഞ്ഞിനെ രാജാവിന്റെ കൊട്ടാരത്തിലെത്തിച്ചു. അങ്ങനെ ആ മരപ്പണിക്കാർക്കും പണ്ഡിതനും നല്ല ഉപഹാരങ്ങൾ കൊടുക്കുകയും മരം മുറിക്കാതെ മരത്തെ സംരക്ഷിക്കുവാനും തുടങ്ങി.